ഒരു നാടിന് ഏറെ പ്രിയങ്കരനായിരുന്ന രാരിച്ചനും ടോമിക്കും ഇന്ന് ജന്മനാട് വിട ചെല്ലുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. പനച്ചിക്കാട് കുഴിമറ്റം പാവക്കുളം വീട്ടിൽ പി കെ രാരിച്ചൻ 61 വയസ്സ്. അദ്ദേഹത്തിൻ്റെ വിയോഗവാർത്ത അറിഞ്ഞാണ് അനിയൻ UK-യിൽ നിന്ന് ജന്മനാട്ടിലേക്ക് യാത്ര തിരിച്ചത്. എന്നാൽ അദ്ദേഹവും ഹൃദയാഘാതം മൂലം മരണപ്പെടുകയായിരുന്നു. രാരിച്ചൻ്റെ മകളുടെ വിവാഹത്തിനായി UK-യിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ടോമി 2-ന് എയർ ഇന്ത്യ വിമാനത്തിൽ UK-യിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു. മകൻ അലനും ഒപ്പമുണ്ടായിരുന്നു. കെയർടേക്കർ ജോലി ചെയ്യുന്ന ടോമി കുടുംബസമേതം UK-യിലാണ് താമസിച്ചിരുന്നത്. യാത്രയ്ക്കിടെ വിമാനത്തിൽ വെച്ച് ടോമിക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. വിമാനത്തിലെ ജീവനക്കാർ CPR നൽകിയെങ്കിലും സ്ഥിതി വളരെ അപകടാവസ്ഥയിലായി. ദുബായിൽ വിമാനമിറക്കണമെന്നും മകനും യാത്രക്കാരുമെല്ലാം ആവശ്യപ്പെട്ടെങ്കിലും സാങ്കേതിക തടസ്സം പറഞ്ഞ് മുംബൈയിലേക്കാണ് വിമാനം വിട്ടത്. എന്നാൽ മുംബൈയിൽ വേണ്ടത്ര സംവിധാനം ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് ഫ്ലൈറ്റിലെ യാത്രക്കാർ അറിയിച്ചത്. എന്നാൽ അവിടെ എത്തും മുമ്പേ രാരിച്ചൻ മരണപ്പെടുകയെന്നാണ് അറിയാൻ സാധിച്ചത്. ഇറാനിലും ദുബായിലും ഇറക്കാതിരുന്നതാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ടോമിയുടെ വരവും കാത്ത് രാരിച്ചന്റെ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിൽ വച്ചിരിക്കുകയായിരുന്നു. ഇന്നലെയാണ് ടോമിയുടെ മൃതദേഹം മുംബൈയിൽ നിന്ന് നാട്ടിലെത്തിച്ചത്. ഇരുവരുടെയും മൃതദേഹം ഇന്നലെ സന്ധ്യയോടുകൂടിയാണ് പനച്ചിക്കാട് പാവക്കുളം വീട്ടിലെത്തിച്ചത്. രാഷ്ട്രീയ സാമുദായിക രംഗത്തെ പ്രമുഖരും ഒരു നാടും മുഴുവനും ഇന്നലെ മുതൽ ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോ മിശിഹായിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവനോടുകൂടെ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇനിയും അന്തിമോപചാരം അർപ്പിക്കുവാനുള്ളവര് ദയവായി പന്തലിന് പുറത്തേക്ക് ഇറങ്ങി പള്ളിയിലെ മശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം. പ്രിയപ്പെട്ടവര് ഇനി അന്തിമോപചാരം അർപ്പിക്കുവാൻ അടുത്ത രക്തബന്ധമുള്ള കുടുംബത്തിലെ ആളുകൾക്ക് മാത്രമേ ഭവനത്തിൽ അവസരമുള്ളൂ. ബാക്കി എല്ലാവർക്കും പള്ളിയിൽ അവസരമുണ്ട്. ആരും ഈ പന്തലിലേക്ക് പ്രവേശിക്കേണ്ട, പുറത്തേക്ക് ഇറങ്ങുക, പള്ളിയിലേക്ക് വിലാപയാത്രയായിട്ട് മുന്നോട്ട് പോവുക. ഈ ഭാര്യ, മക്കള്, കൊച്ചുമക്കള് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇനി അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ അവസരമുള്ളൂ.
നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാക്കളുടെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ആസന്ന ഭരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി കരയുന്നവരുടെ കണ്ണുനീർ തുടങ്ങുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ നിന്റെ ദാസരുടെ പാപങ്ങൾ പൊറുക്കുകയും ഇവരുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ വായിച്ചടയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിലെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരണം വരുമൊരു നാൾ